അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ജനാബ് ഷമീർ വാഫി, ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ സയ്യിദ് റസാൻ അലി ഷിഹാബ് പാണക്കാട്, പ്രൊഫസർ ഡോക്ടർ MC ദിലീപ് കുമാർ, ഫോർമർ വൈസ് ചാൻസലർ, സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി, ഇവിടെ പ്രഭാഷണം നടത്തുന്ന ബഹുമാന്യനായ ഉസ്താദ് ആദർശ്ശേരി അബ്ദുൽ ഹക്കീം ഫെയ്സി, മറ്റ് ബഹുമാന്യരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, വഫിയ അലൂമിനി അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റബീ കോൺഫറൻസ് എന്ന പേരിൽ പുണ്യ നബിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഒരു സെമിനാറും സമ്മേളനവും ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഇന്ന് നടന്ന സെമിനാറിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാധാന്യം ഈ ലോകത്ത് എന്നുള്ളതിനെ സംബന്ധിച്ചും, നബി ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് മാനവ സമൂഹത്തിന് കാഴ്ചവെച്ച വലിയ ധാർമ്മികതയുടെയും സാമൂഹികതയുടെയും മാനവികതയുടെയുമായ തത്വശാസ്ത്രങ്ങളെയൊക്കെ പരിശുദ്ധ ഖുർആനിലൂടെ അവതീർണമാക്കപ്പെട്ട മാനവികമായ ആധ്യാത്മികമായ ചിന്താഗതികളെപ്പറ്റിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ജീവിതചര്യകളെപ്പറ്റിയുമൊക്കെ സവിസ്തരം ഇവിടെ പ്രതിപാദിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ആ വിഷയങ്ങളിലേക്കൊന്നും ദീർഘമായി ഞാൻ പോകുന്നില്ല. ആദ്യമായി ഞാൻ ഈ സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനായി ക്ഷണിക്കപ്പെട്ടപ്പോൾ എന്നെ ഇതിന് ക്ഷണിച്ച സഹോദരനോട് വളരെ വിശദമായി ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു എന്താണ് ഈ വഫിയ അലൂമിനി അസോസിയേഷൻ്റെ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഏത് നിലയ്ക്കാണ് അല്ലെങ്കിൽ ഏത് മേഖലയിലുള്ള ആളുകളാണ് ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെന്നും ഞാൻ ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു. എനിക്ക് നേരത്തെ അറിയാമെങ്കിൽ കൂടി അദ്ദേഹം കുറച്ച് വിശദമായി തന്നെ അത് എനിക്ക് മനസ്സിലാക്കി തന്നു. ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി ഒരു യൂണിവേഴ്സിറ്റി മോഡലിൽ കേരളത്തിലെ അനേകം സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുകയും അതുവഴി ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഈ രണ്ട് മേഖലയിലും തുല്യ പ്രാധാന്യത്തോടു കൂടിയുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കോർഡിനേഷനായിട്ട് ഈ വഫിയ അലൂമിനി അസോസിയേഷനും ഒക്കെ പ്രവർത്തിക്കുകയാണ്. ഈ ആശയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ സംഘടനയുടെ ലക്ഷ്യബോധത്തെ സംബന്ധിച്ച് ഒരു ചെറിയ സൂചന നൽകുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്തെമ്പാടും, വിശിഷ്യ നമ്മുടെ സംസ്ഥാനത്ത്
ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങളെന്ന് പറയുന്നത് വളരെ അഭൂതപൂർവമായ നേട്ടങ്ങളാണ്. നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസ രംഗമെടുത്ത് നോക്കിയാൽ കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടായി അല്ലെങ്കിൽ ഒരു 2 പതിറ്റാണ്ടിലധികമായിട്ടുണ്ടായിട്ടുള്ള കുതിച്ചുകയറ്റം വളരെ ശുഭോദാർക്കമായ നിലയിലുള്ള ഒരു കുതിച്ചുകയറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭൗതിക വിദ്യാഭ്യാസ രംഗം മുഴുവൻ ഒരു മാത്സര്യത്തിൻ്റെ വേദിയായി മാറിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ചൊക്കെ ഉന്നതമായ നിലവാരം പുലർത്തുന്ന വിദ്യാഭ്യാസം നേടിയ അനേകം ചെറുപ്പക്കാരെ നമുക്ക് നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസ കലാലയങ്ങളിൽ നിന്നും പുറത്ത് സംഭാവന ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ മാനവും അതിൻ്റെ തലങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ നിലവാരവും വളരെ ഉയർന്നു നിൽക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങളാണ് ഈ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഉദാഹരണമായി നമുക്ക് വളരെ എളുപ്പം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് നമ്മുടെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷകൾ തന്നെയാണ്. IAS, IPS, IFS, IRS പോലെയുള്ള ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷകളിലൊക്കെ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ നിന്ന് മലയാളികളായ ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, ഒരുപാട് മത്സരാർത്ഥികൾക്ക് നല്ല വിജയം കൈവരിക്കാനും അതിൻ്റെയൊക്കെ റാങ്ക് പട്ടിക പുറത്തു വരുമ്പോൾ ഒരുപാട് മലയാളികൾക്ക് ഉന്നതമായ സ്ഥാനം അവിടെയൊക്കെ കൈവരിക്കാനും കഴിയുകയാണ്. ഇതുപോലെ ഏത് പ്രൊഫഷണൽ രംഗമെടുത്തു നോക്കിയാലും നമുക്കറിയാം ഒരുപാട് കുട്ടികൾ. അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് പണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ പിന്നോക്കം നിന്നിരുന്ന മുസ്ലിം സമുദായത്തിന് ഉണ്ടായിട്ടുള്ള ഉന്നമനങ്ങൾ, നേട്ടങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. പ്രൊഫഷണൽ രംഗത്ത് പ്രൊഫഷണൽ കോഴ്സുകളിലേക്കൊക്കെ ഇപ്പോൾ കടന്നു ചെന്നാൽ ഒരു സാമുദായിക അടിസ്ഥാനത്തിലുള്ള കണക്കെടുത്താൽ മുസ്ലിം സമുദായം വളരെ മുൻപന്തിയിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. ഞാനിത് സൂചിപ്പിച്ചത് ഭൗതിക രംഗത്തുണ്ടാകുന്ന ഈ നേട്ടങ്ങളൊക്കെ വളരെ ഉന്നതമായ മൂല്യം പുലർത്തുന്ന, നിലവാരം പുലർത്തുന്ന വിദ്യ അഭ്യസിക്കാനുണ്ടായിട്ടുള്ള അവസരങ്ങളൊക്കെ നമുക്ക് നൽകുന്ന പ്രതീക്ഷ ഭാവിയുടേതായ വാഗ്ദാനങ്ങളാണ്. നല്ല നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം നേടിയ നമ്മുടെ വളർന്നു വരുന്ന തലമുറ ജീവിതത്തിൻ്റെ ഉത്തുംഗമായ ശ്രേണികളിലൊക്കെ വലിയ വലിയ പദവികളിലേക്കൊക്കെ എത്തിപ്പെടും എന്നുള്ള ഒരാശയും അഭിലാഷവും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ മാതാപിതാക്കൾ ജീവിക്കുന്നത്. തങ്ങളുടെ ജീവിത ലക്ഷ്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി തന്നെ കുട്ടികളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന വിദ്യ അഭ്യസിക്കാനുള്ള അവസരങ്ങൾ സംജാതമാക്കി കൊടുക്കുക, അതുവഴി നല്ല വിദ്യാഭ്യാസത്തിലൂടെ അവരൊക്കെ ജീവിതത്തിൻ്റെ ഉന്നതമായ ശ്രേണികളിൽ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയും സ്വപ്നവുമൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഇന്നത്തെ മാതാപിതാക്കൾ ജീവിക്കുന്നത് തന്നെ. തങ്ങളുടെ ജീവിത സമ്പാദ്യത്തിലെ എത്ര ഭാഗം വേണമെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കിവെക്കാനും അതിനുവേണ്ടി ചെലവഴിക്കാനും ഒരു മടിയുമില്ലാത്ത മാതാപിതാക്കളെയാണ് നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണാൻ കഴിയുന്നത്. ഞാനിത് പറഞ്ഞത് ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിലുള്ള വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നേട്ടങ്ങളിലൂടെ നേടാൻ കഴിയുന്ന, അല്ലെങ്കിൽ ആ നേട്ടങ്ങളിലൂടെ സമൂഹത്തിന് ഗുണപ്രദമായി അത് മാറ്റാൻ കഴിയുന്ന സ്വപ്നങ്ങളിലാണ് നാമൊക്കെ ജീവിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയുമായിട്ട് ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ്. ഏതാണ്ട് 3/4 നൂറ്റാണ്ടിലധികം, 75 വർഷങ്ങളിലധികം സ്വതന്ത്രമായതിനു ശേഷം നമ്മുടെ രാജ്യം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ, അത് സമഗ്രമായ പുരോഗതിയുടെ കണക്കുകളാണ് അവിടെ കാണാൻ കഴിയുന്നത്. സമഗ്രമായ മേഖലകളിലും അഭൂതപൂർവമായ നേട്ടങ്ങളിലൂടെയാണ് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ജനസംഖ്യയിൽ ഇന്ന് ഇന്ത്യ മഹാരാജ്യം ലോകത്ത് തന്നെ ഒന്നാമതായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആ ജനസംഖ്യാ വർധനവിനെയൊക്കെ അതിജീവിച്ചു കൊണ്ടുള്ളൊരു പുരോഗമനം നേടുവാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒരുപക്ഷെ ഒരു പതിറ്റാണ്ട് കൂടി കഴിയുമ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറാൻ കഴിയുമെന്ന് ലോകരാഷ്ട്രങ്ങൾ പ്രവചിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് നാം നേടുന്ന നേട്ടങ്ങളും രാജ്യത്തിൻ്റെ പുരോഗതിയും എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇന്ന് ജീവിക്കുന്ന തലമുറ സ്വപ്നം കാണുന്നത് വരാൻ പോകുന്ന തലമുറയുടെ അഭൂതപൂർവമായ ഭൗതിക നേട്ടങ്ങളും ആ നേട്ടങ്ങളിലൂടെ തങ്ങൾ സ്വപ്നം കാണുന്ന തങ്ങളുടെ വിദ്യാർത്ഥികളായ മക്കൾ നാളെയുടെ നാളുകളിൽ സമൂഹത്തിലെ ഉന്നതമായ ശ്രേണികളിലേക്ക് എത്തിപ്പെടുന്നതും അതുവഴി ആ ഉന്നതമായ ശ്രേണികളിൽ ഇരുന്നു കൊണ്ട് അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ തങ്ങളുടെ കുടുംബത്തിനും തങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും തങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്കും ഈ സമൂഹത്തിനാകെയും പ്രയോജനപ്രദമായി മാറാൻ കഴിയുന്ന അവസരങ്ങളെ പറ്റിയൊക്കെയാണ് നാം സ്വപ്നം കാണുന്നത്. പക്ഷെ അവിടെ നാം കാണാതെ പോകേണ്ട ഒരു മറുവശമുണ്ട്. ആ മറുവശം വളരെ ഇരുളടഞ്ഞ ഒരു മറുവശമാണ്. രാജ്യം പുരോഗതിയുടെ പാതയിലൂടെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആ പുരോഗതിയെയും സമൂഹത്തിൻ്റെ നന്മയെയും സമൂഹത്തിൻ്റെ അച്ചടക്കത്തെയും അതുപോലെ സമൂഹത്തിൻ്റെ പുരോഗമനപരമായ പ്രവർത്തനങ്ങളെയും ഒക്കെ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് പ്രതിലോമ ഘടകങ്ങൾ നമ്മുടെ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിലോമ ഘടകങ്ങളെന്ന് പറയുന്നത് മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളുടെ വേലിയേറ്റങ്ങളാണ്. കുറ്റകൃത്യങ്ങളുടെ, കൊലപാതകങ്ങളുടെ, അഴിമതിയുടെ, അക്രമങ്ങളുടെ, ഭീകരപ്രവർത്തനങ്ങളുടെ, വിഭാഗീയ ചിന്താഗതികളുടെ, വിധ്വംസ പ്രവർത്തനങ്ങളുടെ, ബലാത്സംഗങ്ങളുടെ, അങ്ങനെ അനേകം ഛിദ്രമായി പോകുന്നൊരു സമൂഹത്തെ മുന്നിൽ കാണുന്ന നിലയിലേക്ക് ഈ പ്രതിലോമ ഘടകങ്ങളുടെയൊക്കെ പ്രവർത്തനമേറി വരികയാണ്. നിയമരംഗത്തുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും, തീർച്ചയായും ഒരു 2 പതിറ്റാണ്ടിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ഈ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകളുടെ കാര്യത്തിൽ ഇന്ത്യയിലെമ്പാടും നമ്മുടെ സംസ്ഥാനം എടുത്തു നോക്കിയാൽ നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടായിട്ടുള്ള വർധന വളരെ ആകുലപ്പെടുത്തുന്നതാണ്, വളരെ ആശങ്ക ഉൾക്കൊള്ളുന്നതാണ്. അതോടൊപ്പം നാം കാണേണ്ട മറ്റൊരു വസ്തുത, ഞാനും ശ്രീ ദിലീപ് കുമാർ സാറും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു തലമുറ, ഇവിടെ ഇരിക്കുന്ന പലരും ഉൾക്കൊള്ളുന്ന ഒരു തലമുറ, അല്ലെങ്കിൽ ഒരു 50-60 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ ഒരു തലമുറ. ആ തലമുറയ്ക്കൊരു വ്യത്യാസം ഇതിൽ കാണാൻ വല്ലാതെ നിഴലിച്ച് കാണുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ യൗവന കാലഘട്ടത്തിൽ അന്നും കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരുന്നു. ആ കുറ്റകൃത്യങ്ങളിൽ പ്രതി ചേർക്കപ്പെടുന്നവർ ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ സമൂഹത്തിൻ്റെ ഏറ്റവും നികൃഷ്ടമായ വ്യക്തികളായിരുന്നു. അക്ഷരാഭ്യാസമില്ലാത്തവരെ, അല്ലെങ്കിൽ അഭ്യസ്തവിദ്യരല്ലാത്ത ആളുകൾ, സമൂഹത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ആളുകൾ. ഒരു ഗ്രാമമാണെങ്കിൽ ആ ഗ്രാമത്തിലെ ഏറ്റവും മോശം സ്വഭാവമുള്ള വ്യക്തികൾ, ഇവരൊക്കെ ആയിരുന്നു കുറ്റകൃത്യങ്ങളുടെ മുൻപന്തിയിൽ അല്ലെങ്കിൽ പ്രതിപ്പട്ടികയിൽ ചേർക്കപ്പെട്ടിരുന്ന വ്യക്തിത്വങ്ങൾ. ഇന്ന് ആ അവസ്ഥ മാറിയിരിക്കുന്നു. ഇന്ന് വളരെ ഹീനമായ കുറ്റകൃത്യങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് അതിൻ്റെ വാർത്താമാധ്യമങ്ങളിലൂടെ ആ കുറ്റകൃത്യങ്ങളുടെ വിശദീകരണങ്ങൾ വരുമ്പോൾ അതിൽ പ്രതി ചേർക്കപ്പെടുന്നവർ, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിയായിട്ടുള്ളവർ, അവരുടെ പട്ടിക നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ അന്താളിച്ചു പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വളരെ ഉന്നതമായ ഭൗതിക വിദ്യാഭ്യാസം ലഭിച്ച, പ്രൊഫഷണൽ ഡിഗ്രിയുള്ള, പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റും വരെയുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉന്നതമായ വിദ്യാഭ്യാസം നേടി എന്ന് നാം വിശ്വസിക്കുന്ന, അഹങ്കരിക്കുന്ന, അല്ലെങ്കിൽ നാളെയുടെ നാളുകളിൽ ഇവർ ജീവിതത്തിൻ്റെ സമൂഹത്തിലെ ഉന്നതമായ ശ്രേണികളിൽ എത്തിപ്പെടുമെന്ന് നാം പ്രതീക്ഷിക്കുന്ന
അനേകം ചെറുപ്പക്കാരെ ആ കുറ്റകൃത്യങ്ങളുടെ പ്രതിപട്ടികയുടെ വാർത്തകളിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്താണ് ഉന്നതമായ ഭൗതിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടും ഈ വ്യക്തികളൊക്കെ ഇത്തരം പ്രതിലോമ ഘടകങ്ങളിലൊക്കെ ചെന്ന് പെടുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് വംശവതരായിക്കൊണ്ട് ഈ കുറ്റകൃത്യങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നത് എന്താണ് എന്നുള്ളൊരു ചിന്ത സമൂഹത്തിലേറെ ആവശ്യമായിരിക്കുകയാണ്. അവിടെ നാം മനസ്സിലാക്കേണ്ടത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലക്ഷ്യം വെക്കുന്നത് എന്തിനെയാണ് എന്നുള്ളതാണ്. എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് നേടാൻ കഴിയേണ്ടത് അല്ലെങ്കിൽ നേടിയെടുക്കേണ്ടത് എന്നുള്ളൊരു ചിന്തയാണ്. അവിടെ വിദ്യാഭ്യാസം എന്ന വാക്ക് വളരെ പ്രസക്തമായി മാറുകയാണ്. വിദ്യാഭ്യാസം എന്ന വാക്കിന് ഒരുപാട് മഹാന്മാർ ഒരുപാട് നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സാഹിത്യകാരന്മാരും ചരിത്രകാരന്മാരും ഒരുപാട് വിദ്യാഭ്യാസ വിചക്ഷണരുമൊക്കെ വിദ്യാഭ്യാസം എന്ന വാക്കിന്, എഡ്യൂക്കേഷൻ എന്ന വാക്കിന് ഒരുപാട് നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. വളരെ പ്രസക്തമായൊരു നിർവചനം ഞാനിവിടെ പറയുകയാണ്. ഒരു ആംഗലേയ ചരിത്രകാരൻ കൊടുത്തൊരു നിർവചനമുണ്ട് വിദ്യാഭ്യാസം. അദ്ദേഹം പറഞ്ഞു, എഡ്യൂക്കേഷൻ മീൻസ് ടു ലേൺ ഹൗ ടു ലിവ് ടുഗദർ. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, എഡ്യൂക്കേഷൻ മീൻസ് ടു ലേൺ ഹൗ ടു ലിവ് ടുഗദർ. സമൂഹത്തിൽ എങ്ങനെ ഒത്തൊരുമയോടുകൂടി ജീവിക്കാമെന്ന് പഠിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം പറയും. വളരെ അർത്ഥവത്തായൊരു വ്യാഖ്യാനമാണത്. അപ്പോൾ കേവലം അക്ഷരത്താളുകളിലുള്ള അറിവ് സമ്പാദനം മാത്രമല്ല വിദ്യാഭ്യാസം, മറിച്ച് പൂർണ്ണമായൊരു മാനവ സംസ്കരണമാണ് വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ പൂർണ്ണമായ മാനവ സംസ്കരണത്തിൽ ധാർമ്മികതയുടെ, മാനവികതയുടെ, സാഹോദര്യത്തിൻ്റെ, സമത്വത്തിൻ്റെ, സമഭാവനയുടെ ഒക്കെയായിട്ടുള്ള നല്ല വശങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ടാകണം. വിദ്യാഭ്യാസത്തിലൂടെ ഒരു മാനവ സംസ്കരണം നടത്തുമ്പോൾ വിശാലമായ ഒരു മാനവിക കാഴ്ചപ്പാടോടുകൂടി സമൂഹത്തെ നോക്കിക്കാണാൻ കഴിയുന്ന തരത്തിൽ അവൻ്റെ മാനവിക വികാസം സാധ്യമാകണം. ആ മാനവിക വികാസത്തിലൂടെ അവനെ തൻ്റെ ചുറ്റുപാടുമുള്ള സമൂഹത്തെ കൺതുറന്ന് കാണാൻ കഴിയണം. തൻ്റെ ചുറ്റുപാടുമുള്ള സഹജീവികളോട് സംവദിക്കാനും സാഹോദര്യം പങ്കിടാനും സഹവർത്തിത്വം പുലർത്താനും സ്നേഹം പങ്കിടാനും ഒക്കെ കഴിയുന്ന മനസ്സിൻ്റെ ഉടമകളായി നമ്മുടെ ചെറുപ്പക്കാരെ മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ ചുറ്റുപാടുമുള്ള ഇതര സഹജീവികളുടെ ആലംബഹീനത്വത്തിൽ ആർദ്രമാകുന്ന മനസ്സിൻ്റെ ഉടമകളായി അവരെ നമുക്ക് സംസ്കരിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അവർ ഉന്നതമായ ഭൗതിക വിദ്യാഭ്യാസവും അറിവുമൊക്കെ നേടി ജീവിതത്തിൻ്റെ ഉത്തുംഗമായ ശ്രേണികളിലേക്കൊക്കെ എത്തിപ്പെടുമ്പോൾ അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ നിന്നുകൊണ്ട് അവർ വിരാജിക്കുന്ന രംഗങ്ങളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് മുഴുവൻ ഉപകാരപ്രദമായി മാറുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളായി മാറണം. അത് സംഭവിക്കണമെങ്കിൽ അവരുടേതായ സാമൂഹികപരമായ മാനവികമായ കാഴ്ചപ്പാടിന് വികസിത്വം ഉണ്ടാകണം. അവിടെയാണ് ഞാൻ ഈ സംഘടനയുടെ അല്ലെങ്കിൽ ഈ വേദിയുടെ പ്രസക്തി ഞാൻ കണ്ടെത്തുന്നത്. എന്തിനാണ് ഒരു ആത്മീയ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവുമായിട്ടുള്ള സങ്കലനം ആവശ്യമാകുന്നത് എന്നുള്ളതിൻ്റെ സമകാലീന ചിത്രം ഞാനിവിടെ വരച്ച് കാണിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ നല്ല മനുഷ്യൻ, നല്ല സാമൂഹിക ജീവി, അതിനെ സൃഷ്ടിക്കണമെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ധാർമ്മികതയുടെ അടിസ്ഥാനപരമായ മൗലികമായ ഘടകങ്ങൾ കടത്തി വിടാൻ അല്ലെങ്കിൽ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നീതിയുടെയും സഹനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെയായിട്ടുള്ള നല്ല വശങ്ങൾ അവരുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പതിപ്പിച്ചു കൊടുക്കുവാൻ ഉതകുന്ന വിദ്യാഭ്യാസമായിരിക്കണം നൽകേണ്ടത്.
അത്തരത്തിലുള്ള നല്ല വിദ്യാഭ്യാസത്തിലൂടെ നേടുന്ന മാനവിക വികാസം കൊണ്ട് എത്ര പ്രലോഭനപരമായ പ്രതിലോമ ഘടകങ്ങൾ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നാലും അതിനെയൊക്കെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് താൻ വിശ്വസിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ മുന്നേറാനുള്ള കരുത്താർജിക്കുന്ന യുവസമൂഹത്തെയാണ് നമുക്ക് ആവശ്യം. അത് വാർത്തെടുക്കാൻ ഈ സമന്വയത്തിലൂടെയുള്ള ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെയും ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെയും ഈ സമന്വയത്തിലൂടെയുള്ള സമ്പ്രദായത്തിന് തീർച്ചയായും സാധിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, കാലഘട്ടം ഇതാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിച്ചുവെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജന്മദിനത്തിൻ്റെ പ്രാധാന്യമാണ് ഈ വേദിയിൽ പ്രകീർത്തിക്കപ്പെടുന്നത്. അതിനെപ്പറ്റിയെല്ലാം സവിസ്തരം പ്രതിപാദിക്കാൻ അറിവും ശേഷിയുമുള്ള ബഹുമാന്യനായ ഉസ്താദും അതുപോലുള്ള ആളുകളും ഉള്ളതുകൊണ്ട് ആ വിഷയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒരു വസ്തുത മാത്രം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ലോകം കണ്ടിട്ടുള്ള അനേകം മഹാരഥന്മാരിൽ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാൻ കരുത്ത് കാണിച്ചിട്ടുള്ള ആദ്യ ലോക നേതാവാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വസ്തുതയാണ്. പിന്നീട് അതുപോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറഞ്ഞ ഒരു ലോക നേതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. മഹാത്മാഗാന്ധിയേക്കാളും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരു ലോക നേതാവ്. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയെ ലോക നേതാക്കളുടെ പട്ടിക നിരത്തിയ ആംഗലേയ സാഹിത്യകാരൻ 100 ലോക നേതാക്കളെ തിരഞ്ഞെടുത്തപ്പോൾ 1-ാം സ്ഥാനത്ത് മുഹമ്മദ് നബിയെ പ്രകീർത്തിച്ചത്. അദ്ദേഹം ഈ മാനവകുലത്തിന് നൽകിയ ആ വേദാന്തം അത്രത്തോളം മാനവികമായൊരു വേദാന്തം മാനവകുലത്തിൽ ഉണ്ടായിട്ടില്ല. പരിശുദ്ധ ഖുർആൻ ഫുർഖാനുൽ അലീം എന്ന വേദാന്തം എങ്ങനെയൊക്കെ വികൃതമായി അതിനെ ചിത്രീകരിക്കപ്പെടുമ്പോഴും അത് ഉയർത്തിപ്പിടിക്കുന്ന മാനവ മൂല്യങ്ങൾ, മാനവികതയും മനുഷ്യത്വവും ഈ സമൂഹത്തിൽ കാലാകാലങ്ങളോളം നിലനിൽക്കുമെന്ന് ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിച്ചിരിക്കുകയാണ്. മഹാനായ പ്രവാചകന് എല്ലാ പ്രകീർത്തനങ്ങളും അർപ്പിക്കുവാൻ ഈ അവസരം നാമൊക്കെ വിനിയോഗിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.